ദോഹയിലേക്ക് പോവുകയാണ്. ഈ ദോഹയിലേക്ക് പോകുന്നതിന് മുമ്പ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ മമ്മി സെഞ്ചുറി നയിക്കുന്ന മമ്മി സെഞ്ചുറി ഇപ്പോൾ റെക്കോർഡ് സൃഷ്ടിച്ചൊരു മനുഷ്യനാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേണ്ടിയിട്ട് എമിഗ്രേഷൻ ഫോം ഫില്ലപ്പ് ചെയ്തെന്നുള്ള റെക്കോർഡ്സ് ഏറ്റവും കൂടുതൽ റെക്കോർഡ്സ് ഇട്ട ആളാണ് മമ്മി സെഞ്ചുറി. അപ്പോൾ അതുകൊണ്ട് സാധ്യം പള്ളുരുത്തി, സാജു കുടിയൻ, രാജസായി. നമസ്കാരം. ആദ്യമായിട്ടാണ് ഒരു ടീം ഗൾഫിലേക്ക് ഒരു ജെറ്റ് എയർവേസ് മൊത്തം കൊട്ടേഷൻ പിടിച്ചുകൊണ്ട് ഇവിടെ എത്തുന്നത്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ട്രിപ്പാണ്. Welcome to Starflow Super Stage 2008. Super Stage 2008 is being organized by Foresight Advertising. I invite Mr. Mummy Century, Program Director of Super Stage 2008, to take over the show. പ്രിയം നിറഞ്ഞ ദോഹയിലെ മലയാളി സുഹൃത്തുക്കളെ, ഫോർസൈറ്റ് അഡ്വർടൈസിംഗ് കമ്പനിക്ക് വേണ്ടി ഞങ്ങൾ അവതരിപ്പിക്കുന്ന സൂപ്പർ സ്റ്റേജ് 2008 ആരംഭിക്കുകയാണ്. ഇന്ന് ഇവിടെ എത്തിയ നിങ്ങൾക്ക് ഏവർക്കും, ഞങ്ങളെ ഇവിടെ എത്തിച്ച ഫോർസൈറ്റിനും ഇതിൻ്റെ കോർഡിനേറ്റർ മുസ്തഫയ്ക്കും ഞങ്ങളുടെ അകൈതവമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു സൂപ്പർ സ്റ്റേജ് 2008. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൻ പിറ കാണും വരെയും തെറാവി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൻ പിറ കാണും വരെയും തെറാവി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോട് 5 നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോട് 5 നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൻ പിറ കാണും വരെയും തെറാവി നമസ്കാരം. സമ്പാദ്യ പൊരുളിന്മേൽ പങ്കേകി സക്കാത്തിൻ പരപുണ്യം നേടേണം. പകൽ നേരത്തുമിനീരും കൂടാതെ പരിപൂർണ വ്രതമാസം കൂടേണം. അല്ലാ അല്ലാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സമ്പാദ്യ
വാദ്യപ്പൊരുളിന്മേൽ പങ്കേകി സക്കാത്തിൻ പരപുണ്യം നേടേണം. പകൽ നേരത്തുമിനീരും കൂടാതെ പരിപൂർണ വ്രതമാസം പോകേണം. റബ്ബിൻ മൊഴിമുത്തിൻ മണികളെ മാനിക്കേണം. റബ്ബിൻ മൊഴിമുത്തിൻ മണികളെ മാനിക്കേണം. പരിശുദ്ധ ഖുർആൻ മൃതശുദ്ധിയോടോദണമെല്ലാരും. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ശൗവാൽ പിറ കാണുമ്പോൾ പുണ്യത്തിൻ ഈദിൽ പിത നൽകിടാനോർക്കേണം. എല്ലാം തരും അല്ലാഹുവിൻ നാമങ്ങൾ എല്ലാവരും ഉച്ചത്തിൽ ചൊല്ലേണം. തസ്ബീഹും തഹ്ലീലും സ്തുതികളും ഓരോ നാളും. തസ്ബീഹും തഹ്ലീലും സ്തുതികളും ഓരോ നാളും. ഹൃദയത്തിൽ നിറഞ്ഞറിവൊത്തുയരൂ മുസൽമാന്മാരെ. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോട് 5 നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോട് 5 നമസ്കാരം. അല്ലാഹുവിനാരാധന നെറ്റി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ശൗവാലിൻ പിറ കാണും വരെയും തറാവി നമസ്കാരം. തറാവി നമസ്കാരം. തറാവി നമസ്കാരം. തറാവി നമസ്കാരം. തറാവി നമസ്കാരം. വെൽക്കം ടു നോ ഐഡിയ ബോസ് സിംഗർ പരിപാടിയിലേക്ക്. ബിക്കോസ് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നോ ഐഡിയ ബോസ് സിംഗറിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ആദ്യമായി ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ പ്രിയങ്കരായ ജഡ്ജസ്, പ്ലീസ് കം ഡിയർ ജഡ്ജസ്. ചിരിയേട്ടൻ, മുട്ടയിട്ട് കഴിഞ്ഞോ? എങ്ങനെ ചോദിച്ചേ? അല്ല, കൊക്കുന്നുണ്ട് ചോദിച്ചു. അയ്യോ, അതിന്റെ ട്രേഡ് മാർക്ക് ചിരിയല്ലേ? അപ്പൊ ഈ പരിപാടി തുടങ്ങാൻ കുറെ സമയമൊക്കെ എടുക്കും. ഇവിടെ കസേരയൊക്കെ ഇടാനുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ മിണ്ടി മറിഞ്ഞ് ഇവിടെ നിന്നാലോ? പോയിരി. അപ്പൊ എന്നെ ഇരുത്താനാ പരിപാടിയല്ലേ? പോയിരിക്കാൻ. ഓക്കെ ഓക്കെ, നമുക്ക് അടുത്തതായി ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട എന്ത് പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറഞ്ഞാലും ചെയ്താലും എന്താ പറയാ, അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒക്കെ ചിരിച്ചുള്ള കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ദീദി. ദീദി, വെൽക്കം. വെൽക്കം ദീദി, വെൽക്കം. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ദീദി. Hi everybody.
I think you are so fantastic, elastic and plastic. Huh? താങ്ക് യു ദീദി. Your elastic is loose. Okay. Hi Qatar, how are you? എല്ലാവർക്കും എൻ്റെ ഈദ് മുബാരക്. Come on. I love you so much. ദീദി Hi. ഇരിക്കാലോ അല്ലേ? ഞാൻ ഇരിക്കാം, പക്ഷെ എന്നെ ഇരുത്താൻ നോക്കട്ടെ. ഒരിക്കലും ഇല്ല. Thank you. ഓക്കെ ദീദി. ഓക്കെ, അടുത്തതായി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ജഡ്ജിനെയാണ് ഇൻവൈറ്റ്. ഞങ്ങളിവിടെ പണി തുടങ്ങിയതേ. ഇവിടെയെങ്കിലും ഒന്ന് വൃത്തിയായിട്ടിരുന്നു. ഖത്തറല്ലേ, റംസാനൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഈ തള്ളയുടെ അടുത്ത് വരാം. ഈ തമ്മിത്തല്ലിന് ഇവിടെ. Hey. നമുക്ക് അടുത്തതായി ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റി ജഡ്ജ്, മറ്റാരുമല്ല നമ്മുടെ പ്രിയങ്കരനായ സലീം കുമാരൻ. സലീമേട്ട, പ്ലീസ് വെൽക്കം. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ. സലീമേട്ട, സാധാരണ നിങ്ങൾ പെൺകുട്ടികളുടെ കൂടെയാണോ നടക്കാറ്? ഇന്ന് ആൺകുട്ടികളുടെ കൂടെ വന്ന്? പെൺകുട്ടികൾ വന്നതില്ല, എന്റെ പേരില്ല. അപ്പൊ എല്ലാ എന്റെ മലയാളി സഹോദരങ്ങൾക്കും റംസാൻ ആശംസകൾ. സലീമേട്ട, ഓ എന്തൊക്കെയാ വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് സലീമേട്ടനെ കുറിച്ച് കൂടുതൽ എല്ലാ പ്രേക്ഷകർക്കും അറിയാം, എന്നാലും എനിക്കും അറിയാം. എന്നാലും കുറച്ചുകൂടെയൊക്കെ അവർക്ക് ഈ റംസാനോടനുബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടാവല്ലോ. അവരുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കുകയാണ്. സലീമേട്ടന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഏത് കഥാപാത്രത്തിനായിരുന്നു? അച്ഛനുറങ്ങാത്ത വീട്. അച്ഛനോ? കോമഡി കോമഡി ആയിരുന്നു അത്? കോമഡി അല്ല, കോമഡി ഞാൻ സീരിയസ് ആയിട്ട് കിട്ടിയതാ. ഓക്കെ, സോറി, ഞാൻ സാധാരണ സിനിമകളൊന്നും കാണാറില്ല, അതുകൊണ്ടാണ്. ഓക്കെ, എനിവേ, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട്? നാഷണൽ അവാർഡ് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട്? എനിക്ക് കിട്ടിയിട്ടില്ല അതിന്റെ. ഓക്കെ ഓക്കെ, അപ്പോ സലീമേട്ട, എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, സലീമേട്ടൻ ജന്മം കൊണ്ടൊരു കലാകാരനാണോ? തീർച്ചയായിട്ടും അതെ. ഞാൻ ഈ ചെറുപ്പത്തിലേക്ക് ഇങ്ങനെ മിമിക്രി കാണിച്ചു നടക്കുമ്പോ ആ റോഡ് സൈഡിലൊക്കെ നിൽക്കുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, ചേട്ടാ ഒരു ജന്മം നിൽക്കണം. അങ്ങനെ ജന്മം കൊണ്ട് ഞാൻ കലാകാരനാണ്. അങ്ങനെയാണ് നിങ്ങൾ ജന്മം കൊണ്ട് കലാകാരൻ. ഓക്കെ സലീമേട്ട, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളാണോ മൂത്തത്? അല്ല, അച്ഛനാണ് മൂത്തത്. അതിൻ്റെ ഉള്ളത് അമ്മ, അതിൻ്റെ ഉള്ളത് ഞാൻ. എനിക്ക് ഓക്കെ സലീമേട്ട, ഒരു ക്വസ്റ്റ്യനോട് എനിക്ക് ചോദിക്കാനുണ്ട് അവസാനമായിട്ട്. ആരുടെ അവസാനമായിട്ട്? ഫൈനലി ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാനുണ്ട്. ഇത് അവസാനിപ്പിക്കേണ്ടത് അവിടെ ഒന്നും ഇരിക്കേണ്ട, അവർക്ക് മാർക്കിടം ധൃതിയായി. ഒരാൾ കരയാനോട് ചിരിക്കാനും തയ്യാറായിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഓക്കെ സലീമേട്ട, നിങ്ങള് സാധാരണയായിട്ട് നമ്മൾ പല ആർട്ടിസ്റ്റുകളും നമ്മുടെ സ്വന്തം നാടിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതായത് ഉത്സവം നടത്തുക, പെരുന്നാൾ നടത്തുക, ഓടി നടക്കുക, ചാടി നടക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. സലീമേട്ടന്റെ നാടിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? നമ്മൾ ആരായാലും നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കേണ്ടവനാണ്, നാട്ടുകാർക്ക് ഉപകാരം ചെയ്തവനാണ്. ഞാൻ എൻ്റെ നാട്ടിലെ 3 പെൺകുട്ടികളെ നല്ല സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിച്ചു. ഗ്രേറ്റ്. ഓക്കെ, എന്താ സലീമേട്ടനെ കുറിച്ച് ഖത്തറുള്ളവർ ഇങ്ങനെയൊക്കെയാണോ വിചാരിക്കുന്നത് ഞാൻ അറിഞ്ഞൂടാ. എനിക്ക് ഒരുപാട് സന്തോഷമായി. സലീമേട്ടൻ, ആരൊക്കെയാണ് ആ ഭാഗ്യവതികൾ? ഒന്നെന്റെ ചേട്ടന്റെ മോള്, ഒന്നെന്റെ അനിയത്തി, ഒന്നെന്റെ ഭാര്യ അനിയത്തി, അങ്ങനെ 3 പേരെ കൊടുത്തയച്ചു. ഓക്കെ സലീമേട്ടൻ, നിങ്ങൾക്ക് ഇരിക്കാം. ഇതാണ് പറയണേ, പിച്ചയുടെ കാശ് വെച്ചുകൂത്തി പോകുന്നു. ഓക്കെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കപ്പോൾ നമ്മുടെ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റിനെ സ്വീകരിക്കാം. പ്രിയപ്പെട്ട നമ്മുടെ കണ്ടസ്റ്റന്റ് ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ, പ്ലീസ് വെൽക്കം ഡിയർ ഓമനക്കുട്ടൻ. മതി. ഹൗ ആർ യു ഡിയർ? ഫൈൻ. ആർ യു ഓക്കെ? കുറച്ചും കൂടെ നീങ്ങുന്നുള്ളൂ, ക്യാമറ കാണണ്ടേ? ഇതൊക്കെ മറന്നോ? എത്ര എപ്പിസോഡായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? എന്താ ഓമനക്കുട്ട ഇത്ര ഡള്ളായിട്ടിരിക്കുന്നേ? പേടിയാണ്, പാവത്താനെ പോലെ നിന്നാലേ SMS കൂടുതൽ. മോൻ വിഷമിക്കണ്ട കേട്ടോ, ചേച്ചി ഇല്ലേ അടുത്ത്, പിന്നെ എന്തിനാ വിഷമിക്കുന്നേ? ചേച്ചി എപ്പോഴും ഉണ്ടാവണം അടുത്ത്. എന്ത് പറഞ്ഞാലും നമുക്ക് നല്ല മാർക്ക് തരാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് ഇവിടെ ഇല്ലേ, ഒരിക്കലും വിഷമിക്കണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് ജഡ്ജസിനോട് ഓമനക്കുട്ടനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കണ്ടേ? ചിരിയേട്ട, എന്താണ് നമ്മുടെ ഓമനക്കുട്ടനെ കുറിച്ചുള്ള അഭിപ്രായം? മോനെ ഡ്രസ്സെല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, വെള്ളാപ്പള്ളി നടേശം കാണണ്ട. മോനെ ആരാ ഗുരു? ശ്രീനാരായണ ഗുരു. അതല്ലേ ചോദിച്ചത്. മോൻ്റെ ആശാനാരാ? കുമാരനാശ. മോനെ സാറാരാന്ന്? അൻസാറ്. അതല്ലേ മോനെ പഠിപ്പിച്ചതാരാ? അധ്യാപകരും ടീച്ചർമാരും. മോനെ പാട്ട് പഠിപ്പിച്ചതാരാ? അച്ഛൻ മഹാകവി കുമരകൻ തങ്കപ്പൻ. മഹാകവി കുമരകൻ തങ്കപ്പനാ?
ഞങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇപ്പം ആരാ കൂടെ വന്നിരിക്കുന്നത്? 2 മാനേജർമാരാ. പാട്ട് പഠിക്കുന്നതിന് മുമ്പ് 2 മാനേജർമാരായി. ഇപ്പം പാട്ട് പഠിച്ചു കഴിഞ്ഞാലോ? അവരെ ഞാൻ പറഞ്ഞു വിടും. അതെന്താ? പിന്നെ ജീവിക്കാൻ എനിക്കറിയാം. ഇപ്പം ബോഡി ഗാർഡ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബോഡി ഗാർഡ്സ് അല്ല, ബോഡി കേടാകാതിരിക്കാൻ കൊണ്ടുവന്നിരിക്കുക. ഓക്കെ. അപ്പോൾ ഫ്ലാറ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 40 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് കിട്ടിയാൽ ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുക്കും. പാവപ്പെട്ടവനായതുകൊണ്ടല്ലാണല്ലോ നിനക്ക് 40 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് തരുന്നത്. അപ്പോൾ ഇത് വേറെ ഏത് പാവപ്പെട്ടവനാണ് കൊടുക്കാൻ പോകുന്നത്? 40 ലക്ഷത്തിൻ്റെ ഫ്ലാറ്റ് ഏതെങ്കിലും ഫ്ലാറ്റ് ഇല്ലാത്ത പാവപ്പെട്ടവരത്തിന് 50 ലക്ഷം രൂപ മറിച്ച് വെക്കും. മെഡിക്കാൻ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ട്? ഇപ്പോൾ കുച്ചിപ്പടിയും മോഹിനിയാട്ടവും ഭരതനാട്യവും പഠിക്കുന്നുണ്ട്. പാട്ടുകാരെ ഇതൊക്കെ എന്തുകൊണ്ടോ ഓമനക്കുട്ടാ നേരത്തെ പറഞ്ഞില്ല? ഗ്രേറ്റ്. മോളെ ഇത് തന്നെ സ്വഭാവമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. മോനെ അതെ, പാട്ടുകാർ പാട്ട് പഠിച്ചാൽ പോരെ, പിന്നെ എന്തിനാ വേറെ ഇതൊക്കെ പഠിക്കുന്നത്? അല്ല, നൃത്തത്തിൽ കുറച്ച് പ്രാവണ്യം വേണം. അതെന്തിനാ? എന്നാലേ ഇപ്പോഴത്തെ പെമ്പിള്ളേരെ താളത്തിനൊത്ത് തുള്ളാൻ പറ്റും. കൊള്ളാം, മെഡിക്കൻ. മോൻ അനുഗ്രഹം മേടിച്ചോ? എൻ്റെ അനുഗ്രഹം മേടിച്ചവരൊക്കെ നല്ല പാട്ടുകാരാട്ടോ. ഓക്കെ ദീദി, സലിമേട്ടാ, ഞാൻ സലിമന്റെ അടുത്തേക്ക് കടന്നു വരാം. ദീദി. ഹായ് ഓമന കൂട്ടാൻ. കൂട്ടാനല്ല, കുട്ടൻ. കുട്ടൻ? നീ കുട്ടനല്ല, പൊട്ടനാ. നോ നോ നോ, എൻ്റെ വാവയാണ്. വാവേ മകനേ തിരുനാവിൽ മകനേ. പോത്തമ്മാവ. അതെ, എൻ്റെ പോത്തൻ വാവയാണ്. എൻ്റെ പോത്തൻ മമ്മയാ. ഓക്കെ ഓമന കുട്ടൻ, അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഹൗസ് വൈഫാ. അച്ഛനോ? വൈഫ് ഹൗസില. അത് ശരി. മാരീഡ് ആണോ? എന്താണ് വൈഫിൻ്റെ? 2 വർഷം മുമ്പ് ഒരു ചൈനക്കാരിയെ മാരേജ് ചെയ്തു. ചൈനക്കാരിയാണോ മാരേജ് ചെയ്തത്? 2 വർഷം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്തു. 2 വർഷം കഴിഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞോ? ആരെ, ചൈനക്കാരിയോ? അതെന്താണ് ഉപേക്ഷിച്ചത്? ചൈനയുടെ ശാനല്ലേ, 2 വർഷത്തെ കൂടുതൽ ഗ്യാരണ്ടി. ഓ, യൂസ് ആൻഡ് ത്രോ, അതാണ്. ഓക്കെ. ഇപ്പോൾ ഈ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നല്ലോ, ഇതാരാണ് സെലക്ട് ചെയ്തതാ? കാമുകി ഉഡ്ബി. ഉഡ്ബി ആണോ? നല്ല ഡ്രസ്സുണ്ട് കേട്ടോ. ഓക്കെ. ഇത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ ഈ ഡ്രസ്സൊക്കെ? ഉഡ്ബിയുടെ പേര് കഴിഞ്ഞിട്ടില്ല. അതല്ല, പേരെന്ന് പറഞ്ഞു. പേർ വിലാസിനി. വിലസിനി അല്ല, വിലാസിനി. ഓക്കെ. മോനെന്തിന് ഇങ്ങനെ പാവത്തിനെ പോലെ നിൽക്കാൻ? നല്ല വിലസിയൊക്കെ നിൽക്കണം കേട്ടോ. ജാടയുണ്ട്, പക്ഷെ ഫ്ലാറ്റ് കിട്ടിയിട്ട് ജാട കാണിക്കാന്ന് കരുതിയിട്ടാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ജാട കാണിച്ചുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സലിമേട്ടാ. മോനെ, നീ പാടാൻ വന്നതല്ലേ, നീ ഒന്ന് പാടിയൊന്നു കേക്കട്ടെ. ആ, എന്തേത് ഗണപതിക്കൊരു നാളികേരമയ്യപ്പാ. നിർത്ത്. ഇതെന്തേത് പൂച്ചക്കും മീശ ഒന്നാൻ വിടുന്നതാ കാര്യമുള്ളത്? എടാ, ഗണപതിക്ക് നാളികേരം അടച്ചുകൊണ്ട് അയ്യപ്പന് എന്താ പ്രയോജനം? ബ്രദേഴ്സല്ലേ? ബ്രദേഴ്സാ? നീ നിന്റെ ബ്രദറിന്റെ പറ്റിന് മാറുമോ? ഇല്ലല്ലോ. അതുമല്ല, പാട്ട് ഒന്ന് പാടി. ഗണപതിക്കൊരു നാളികേരമയ്യപ്പാ. അങ്ങനെയല്ല ഇത് പറഞ്ഞത്, ശരിക്കും ഉയർത്തി പാടണം. ഇങ്ങനെ വരാൻ എല്ലാവർക്കും പറ്റും. വായിന്ന് വന്നം അതല്ല, വായിൽ എന്റെ ഒച്ചാർന്നിട്ടാണ് ഞാൻ ജ്യൂസ് കുടിച്ചത്. അതെ, അറിയാവുന്ന പണി ചെയ്താൽ പോരെ, ഇതിനെയൊന്നും വളർത്തരുതെന്ന്. എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞ് വിട്. അതെ മോനെ, അത്രക്ക് പൊങ്ങി പോകേണ്ട ആവശ്യമില്ല. നീ താത്തിന്ന് പാടിയേ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പാ. കുറച്ചും താത്തി പാടിയേ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പാ. കുറച്ചും കൂടെ താത്തി. ഗണപതിക്കൊരു നാളികേരമയ്യപ്പാ. കുറച്ചും കൂടെ താഴട്ടെ. ഗണപതിക്കൊരു നാളികേരമയ്യപ്പാ. അല്പം കൂടെ താഴുണ്ട്. ഇനി പോവില്ല, താഴ്ത്താ. ഇരുന്ന് പറയാൻ പറഞ്ഞത്. ഓ, ചെല്ലി. ഓക്കെ, എന്തായാലും പാട്ട് പാടാൻ പോവുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഓമനക്കുട്ടൻ. നന്നായിട്ട് പാടണം കേട്ടോ ഓമനക്കുട്ട, നല്ല മാർക്ക് ഇടണ്ടേ ഇവര്. പാടിക്കോളൂ, പാടൂ. മറ്റത് കിട്ടിയില്ല. മോനെ, എന്ത് അക്രമം നീ കാണിക്കുന്നേ? നമുക്കിതൊക്കെ ഉള്ളൂ, ഫ്ലാറ്റൊന്നും നമുക്ക് വലിയ പ്രതീക്ഷ. ഓക്കെ, പാടിക്കോ. മാമല സബരിയിലെ മണികണ്ഠൻ സംവിധാനം, ബാബരും കൂലങ്കളും വണങ്ങിടും സംവിധാനം അയ്യപ്പ സംവിധാനം. Wow! What great music, dear. Great. ഗംഭീരായിരുന്നു കേട്ടോ ഓമനക്കുട്ട. തുടക്കമായിരുന്നു, ഇനി വേറെ പാട്ട് കിടക്കണേ ഉള്ളൂ. അതെന്താ? വാവ് കിട്ടാൻ വേണ്ടി ഒരെണ്ണം വിട്ടതാ. ഇനിയും പാടണോ നിനക്ക്? ചെറിയൊരു പാട്ടുണ്ട്. ശരി, പാടിക്കോ. മണിക്കുയിലേ മാറിക്കാവിൽ പോകൂലേ, മൗനരാഗം മൂളൂലേ. കൊള്ളാം, മനോഹരമായിട്ടുണ്ട് കേട്ടോ.
അടിപൊളിയായിട്ടുണ്ട്. തുടക്കത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനമായപ്പോഴേക്കും മഹാപോരായിരുന്നു കേട്ടോ. പിന്നെ അത് മാത്രമല്ല മോനെ, സംഗതി പോയല്ലോ. അത് ആ കുയിലിനെ എപ്പോഴാണ് പോയെന്നറിയാമോ? എപ്പോഴാണ് പോയേ? അറിയില്ല. ആ കുയിലിനെ പിടിച്ചപ്പോഴാണ് പോയേ, മണിക്കുയിലിനെ പിടിച്ചപ്പോഴാ. കുയിലിനെ ആയാലും കാക്കേനായാലും ആനായാലും മയിലിനെ ഒട്ടകത്തിനെ ആയാലും പിടിക്കുമ്പോൾ പോയിന്ന് പോകാൻ പാടില്ല കേട്ടോ. സംഗീതം ഒന്ന് കയ്യിൽ നിന്ന് ഉറച്ച് നിൽക്കണം. ഓക്കെ, അപ്പോൾ കീപ്പിട്ടോ. ഓമനക്കുട്ടൻ കൂട്ടാനല്ല കുട്ടൻ നന്നായിട്ട് പാടി. ബട്ട് വൺ തിങ്, ആദ്യം പാടി എന്ന് പാടിയേ മണിക്കുയിലേ മണി. അത് പാടിയപ്പം കുയിലിൻ്റെ മണി പോയി. ഇടയ്ക്കൊരു മണി ഉണ്ടായിരുന്നില്ല, അത് പോയി. ആ മണി പോകാൻ പാടില്ല. നമ്മളെല്ലാം ഈ മണിക്ക് വേണ്ടിയാണല്ലോ ഈ പണിയെടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും മണി പോകരുത്. ഓക്കെ. പിന്നൊരു കാര്യം, ഇന്ന് ഇടയ്ക്ക് ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് ഒരു സാധനം കയറാനുണ്ട്. എന്താണ്? ഈ മണിക്കുയിലേ ഹോ ഓ മണിക്കുയിലേ ഹോ ഓ മണിക്കുയിലേ, അങ്ങനെ ഒരു സാധനം കയറണം. അപ്പം നന്നായിരിക്കും. ரொம்ப നന്നാ പാടിനെ. ഓൾ ദി ബെസ്റ്റ്. സലീമേട്ടാ, മോനെ സംഗീതം എന്ന് പറഞ്ഞാൽ ഉള്ളിന്ന് വന്നം. ഉള്ളിന്ന് മാത്രമല്ല സവാളയെന്നും വരും. ഇത് പറഞ്ഞാണത് ഉരുളക്കിഴങ്ങിന്ന്. മേലാലും ഉരുളക്കിഴങ്ങ് തിന്നരുത് കേട്ടോ. പിന്നെ ഇതിൽ പല സാധനങ്ങളും ഉണ്ടായില്ല. ഉദാഹരണത്തിന് പാപ്പന് പനി പനി പാപ്പന് പനി പനി പാപ്പന് പനി പനി പാപ്പന് പാപ്പന് പനിയല്ല, വയറിളക്കമാണ്. അതല്ല ഇപ്പൊ സരിക 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 മദനി 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 സരിക ഉണ്ടായിരുന്നു. എവിടെ മദനി? മദനി സമ്മേളനത്തിന് പോയി. അതെ, ശരി മോനെ. ടെമ്പോ ഉണ്ടായില്ല പാട്ടിന്. ടെമ്പോ 1500 രൂപയാണ്. അതാണ് ഞാൻ ഓട്ടോറിക്ഷക്ക് വന്നത്. ശ്രുതി എന്ത്? ശ്രുതി നെടുമ്പാശ്ശേരി വരെയും കൂടെ ഉണ്ടായി. ഇവിടെ വന്ന് ഇറങ്ങിയതിന് ശേഷം കാണാനില്ല. മുസ്തഫ വല്ല പർച്ചേസിനുണ്ടായി കാണും. ഏതായാലും ടോട്ടലി കൊള്ളായിരുന്നു. എനിവേ സലീമേട്ടാ, നമുക്ക് അപ്പോൾ ഓമനക്കുട്ടൻ ഗംഭീരമായിട്ട് പാടിയിരിക്കുകയാണ്. ഓമനക്കുട്ട, ഇനി നമുക്ക് എന്താണ് അറിയേണ്ടത്? നമുക്ക് പോയിന്റ്സ് ആണ് അറിയേണ്ടത്. പോയിന്റ്സ് മുമ്പായിട്ട് ഓമനക്കുട്ടൻ വീട് എവിടെയാണ്? പറവൂര്. പറവൂർ എവിടെ? ചിറ്റാറ്റൂർ. ചിറ്റാറ്റൂർ. എൻ്റെ വീട് ചിറ്റാറ്റൂരാണ്. ഓമനക്കുട്ടൻ എന്ത് ചെയ്യാണ്? ഓട്ടോറിക്ഷ ഓടിക്കണം. ഞാനും ഓട്ടോറിക്ഷ ഓടിക്കായിരുന്നല്ലോ. ഞാനും ഓട്ടോറിക്ഷ ഓടിക്കണം. അതെ, ഏത് ഓട്ടോറിക്ഷയാണ് ഓമനക്കുട്ടൻ ഓടിക്കുന്നത്? ലാംബേ. ഞാനും ലാംബയാണ് പണ്ട് ഓടിച്ചിരുന്നത്. ഏത് നമ്പർ? KL7 1210. KL7 12 എൻ്റെ വണ്ടിയായിരുന്നല്ലോ. അപ്പൊ എൻ്റെ പഴയ വണ്ടി നീയാണ് ഇപ്പോൾ ഓടിക്കുന്നത്? അതെ. അതെ, നിനക്കറിയാമായിരുന്നു എൻ്റെ വണ്ടി ആയിരുന്നുള്ളത്? ഇല്ല, പക്ഷെ ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തം അറിയാം ഞാൻ ഓടിച്ചു നടക്കുമ്പോ അത് സലീമേട്ടന്റെ വണ്ടിയാണ്. എങ്ങനെ? ശബ്ദം കേട്ട്. നിന്റെ വീട്ടിലൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? ഭയങ്കര കഷ്ടപ്പാടാ. അച്ഛൻ പോളിടെക്നിക്ക് വന്ന് തളർന്ന് കിടക്കണം. അമ്മ കാതിൽ ഉറുമ്പ് കയറിയിട്ട് കോലിട്ട് കുത്തി വലിയ ഓപ്പറേഷന് മെഡിക്കൽ ട്രസ്റ്റിൽ. അതെ, അപ്പൊ മോനെ വീട്ടിൽ ഇത് കറിയൊന്നും വേണ്ടടാ. കറിയൊന്നും വേണം. നീ കറിയൊന്നും വേണ്ട. ആഹാരമൊക്കെ എങ്ങനെ കഴിക്കണം? സന്തോഷം വന്ന ഹാപ്പി ക്രിസ്മസ്. ഇല്ലെങ്കിൽ കരയല്ലേ നീ കരയല്ലേ നീ? ഹലോ, നീ ആഹാരമൊക്കെ വലിയ കഴിക്കാറുണ്ട് വീട്ടില്? ആഹാരം കഴിക്കാൻ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ അരി പൊടിക്കാൻ കൊടുക്കാതെ ഇടിച്ചിട്ട് ഈ നൂലപ്പം ഇല്ലേ, അതും പീരിയിടാൻ പറ്റാഞ്ഞിട്ട് അതിന്റെ ചാറൊഴിച്ചിട്ട് പഞ്ചസാര ഒഴിച്ചു തരും. ഓക്കെ, നീ കറിയൊന്നും വേണ്ട. നിനക്ക് എന്റെ പേരിൽ ഞാനൊരു 25,000 രൂപ നൽകുകയാണ്. അമ്മേ, അയ്യോ എന്ത് പറ്റിയവനെ? തളർക്കം മഞ്ഞ്. ഇങ്ങനെ ബോധം കടാൻ പറ്റുന്നുണ്ടോ? 25,000 രൂപ എന്ന് പറയുമ്പോ 25,000 രൂപ കണ്ടിട്ടില്ല. അയ്യോ, പൈസ കാണുമ്പോ തല കറങ്ങരുത്. ഞാൻ ചേച്ചിയുടെ അടുത്ത് ചാഞ്ഞോളാം. 25,000 രൂപയാണ് സലീമേട്ടൻ. ദീദി, നിങ്ങൾ എത്ര നാളായി ഇവിടെ ഇരിക്കുന്നത്? ഞാൻ വന്ന് സാധാരണ ഇവിടെ സെലിബ്രിറ്റി ഗസ്റ്റുകളെല്ലാം വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും കൊടുക്കാറില്ല. എല്ലാവരും തന്നെ പൈസ മേടിച്ചുകൊണ്ട് പോകാറേ ഉള്ളൂ. എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ ഞാൻ തന്നെ വേണം. എപ്പോഴും ഞാൻ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കും. ഒരുപാട് മിഠായും ചോക്ലേറ്റ്സും അതുപോലെ എല്ലാം മേടിച്ചു കൊടുക്കും. അപ്പം ഈ ചോക്ലേറ്റ് പോലത്തെ മനുഷ്യൻ വന്നിട്ട് ഈ പാവപ്പെട്ട പയ്യന് 25,000 രൂപീസ് ഗിഫ്റ്റായിട്ട് കൊടുത്തു. ഇറ്റ് ഈസ് ടെറിഫിക് ട്രാഫിക്, യുനോ. എന്തൊരു മനസ്സാണ് ഈ മനസ്സിന്. സത്യത്തിൽ എനിക്ക് അഭിനന്ദനീയമാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് 1,00,000 രൂപ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് പോയി, കയ്യിൽ പോയി. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. വളരെ നന്നായിരുന്നു പ്രോഗ്രാം. മമ്മി സെഞ്ചുറി എപ്പോഴും വരും പോലെ ഈ തവണ വന്നു. ഞാൻ ശരിക്കും ആസ്വദിച്ചു. നല്ല പ്രോഗ്രാമായിരുന്നു. എല്ലാം നല്ലായിരുന്നു. നല്ല പ്രോഗ്രാം. മമ്മി സെഞ്ചുറി സംവിധാനം ചെയ്യുന്ന സൂപ്പർ സ്റ്റേജ് ഷോ എന്ന പ്രോഗ്രാമായിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. ഡാൻസ്, പാട്ട്, കോമഡി എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ലെറ്റ്സ് ഗോ. समंदर है, तू नील समंदर है.
एक सादा रात का एक थोड़ी चांद की जाने तो तू थोड़ी चांद की एक सादा रात का एक थोड़ी चांद की जाने तो तू थोड़ी चांद की एक चांद की कश्ती में चल पार उतर जाए तू हल्के हल्के किनारे चल के माय मैया अरे माय मैया अरे एक सादा रात का एक थोड़ी चांद की जाने तो तू थोड़ी चांद की मैया मैया गुलाबी तारे चुने सारे चुन मैया मैया के जुल्म के पर्दों में दर्द के नारे चुने मैया मैया गुलाबी तारे चुने सारे चुन मैया मैया के जुल्म के पर्दों में दर्द के नारे चुने मैया मैया गुलाबी तारे चुने सारे चुन मैया मैया के जुल्म के पर्दों में दर्द के नारे चुने मैया 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 सबकी तुझ पे मेहरबानियां मैं एक नजर डालूं जो तुझ पे तो बढ़ जाए मेरे साथ तेरी यारियां कदमों में तेरे लाख जन्नत हो बातों में बातें हैं बातों में बातें हैं बातों में बाहें हैं तू बाहों में आ जा जरा लकी बॉय you're my lucky boy जाने कौन बनेगा मेरा lucky boy you're my lucky boy जाने कौन बनेगा मेरा lucky boy ख्वाब के धागों से बुना है जाली लफ्जों का सुना है तेरी राहों में खुला है मेरा ही नजारा एक इशारे से दिया है होश जवानी बोलना है मोर कहानी को हुआ है सुन ले दोबारा सबकी जुबां पे क्यों मेरा ही सवाल है जो हो गया है ये मेरा कमाल है lucky boy you're my lucky boy जाने कौन बनेगा मेरा lucky boy you're my lucky boy जाने कौन बनेगा मेरा lucky boy सबकी तुझ पे मेहरबानियां मैं एक नजर डालूं जो तुझ पे तो बढ़ जाए मेरे साथ तेरी यारियां कदमों में तेरे लाख जन्नत हो बातों में बातें हैं बातों में बातें हैं बातों में बाहें हैं तू बाहों में आ जा जरा lucky boy you're my lucky boy जाने कौन बनेगा मेरा lucky boy you're my lucky boy जाने कौन बनेगा मेरा lucky boy you're my lucky boy जाने कौन बनेगा मेरा lucky boy you're my lucky boy जाने कौन बनेगा मेरा lucky boy Thank you, thank you.
മാൻമിഴിയാളെ പാസില കുളിരേകും മഴയല്ലേ കളിയാടും കിളിയല്ലേ ഈശൽ പാടും മോളല്ലേ ഇണയെന്നും നീയല്ലേ പൂവിതളല്ലേ പാസില തേൻകനിയല്ലേ പാസില പാലഴകല്ലേ പാസില മാൻമിഴിയാളെ പാസില തേനൂറും ഈശൽ പാടി തേൻകുയിലേ നിന്നെ തേടി തേനൂറും ഈശൽ പാടി തേൻകുയിലേ നിന്നെ തേടി മാടപ്രാവിൻ ചേലല്ലോ നീ കുടുകുടച്ചിരിക്കുന്ന ഹൂറി മാടപ്രാവിൻ ചേലല്ലോ നീ കുടുകുടച്ചിരിക്കുന്ന ഹൂറി നീ പൊന്നല്ലേ എൻ പെണ്ണല്ലേ നീ പൊന്നല്ലേ എൻ പെണ്ണല്ലേ പൂവിതളല്ലേ പാസില തേൻകനിയല്ലേ പാസില പാലഴകല്ലേ പാസില മാൻമിഴിയാളെ പാസില അഴകിൻ നാട്ടിലെ റാണി ആമ്പൽ പൂവിൻ തോഴി അഴകിൻ നാട്ടിലെ റാണി ആമ്പൽ പൂവിൻ തോഴി ഏഴു നിറങ്ങൾ ചാലിച്ചെഴുതിയ മഴവില്ലഴകോ നിന്മേനി ഏഴു നിറങ്ങൾ ചാലിച്ചെഴുതിയ മഴവില്ലഴകോ നിന്മേനി പൊന്മലരല്ലേ എന്നുയിരല്ലേ പൊന്മലരല്ലേ എന്നുയിരല്ലേ പൂവിതളല്ലേ പാസില തേൻകനിയല്ലേ പാസില പാലഴകല്ലേ പാസില മാൻമിഴിയാളെ പാസില കമോൺ പൂവിതളല്ലേ തേൻകനിയല്ലേ പാലഴകല്ലേ ഗുഡ് മാൻമിഴിയാളെ പാസില കുളിരേകും മഴയല്ലേ കളിയാടും കിളിയല്ലേ ഈശൽ പാടും മോളല്ലേ ഇണയെന്നും നീയല്ലേ പൂവിതളല്ലേ പാസില തേൻകനിയല്ലേ പാസില പാലഴകല്ലേ പാസില മാൻമിഴിയാളെ പാസില താങ്ക് യു. നിങ്ങൾ കുറച്ചുകൂടെ ഉറച്ചു പാടണം. പൂവിതളല്ലേ ആ തേൻകനിയല്ലേ വെരി ഗുഡ് പാലഴകല്ലേ മാൻമിഴിയാളെ സംഗതി ചിരി വലിഞ്ഞു പോയി കേട്ടോ ടെമ്പോ ഒക്കെ ബാക്കിയെല്ലാം കൊള്ളാം ദോഹ കലക്കിയിട്ടുണ്ട് കേട്ടോ ഓൾ ദി ബെസ്റ്റ് മമ്മി സെഞ്ചുറി സംവിധാനം ചെയ്യുന്ന ഒരു മെഗാ സ്റ്റേജ് ഷോ ആണ് എല്ലാ താരങ്ങളും ഉണ്ട് കാർത്തികയുണ്ട് മുക്തയുണ്ട് പാട്ടിനായിട്ട് MG ശ്രീകുമാറുണ്ട് ഞാനുണ്ട് സാം ചേട്ടനുണ്ട് കുറേ ഡാൻസസ് ഉണ്ട് നല്ല 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 കോമഡി സലീം കുമാർ ഏട്ടനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും എൻജോയ് എല്ലാവരും കേൾക്കണം ഓൾ ദി ബെസ്റ്റ് വള്ളിനാഥൻ
ആരാസോപാനമെന്നെനിക്ക് ആറാമോ ഭക്തൊഴുവാൻ അനുവദിച്ചൊരു ശിവസുതനെ കടന്നുപോയൊരു വന്യദേവനും ഇരുട്ടുമൂടിയ ഭൂമിദേവിയും ഒന്നായെന്നൊരു തുമ്പമോചനം ഏറ്റുവാങ്ങിയ സന്നിധി ഞാനിന്ന് പോകവേ വള്ളിനാഥന് പളനിക്കുന്നിലെ ആരാസോപാനമെന്നെനിക്ക് താങ്ക് യു. റബ്ബില്ലാലമീനായി തമ്പുരാനെ. മോനെ എടുത്തോ, മോനെ വേഗം എടുത്തോ, വീയരുതട്ടാ. പഠിച്ചോനെ ഒരു പാട്ട് പാടിക്കോട്ടെ. തബലിസ്റ്റ് എഴുന്നേറ്റ് പോയാ മോനെ, മൂന്നാം ഘട്ടയ്ക്ക് പിടിച്ചോട്ടാ. തബലയുടെ റെഡിയല്ലേ? എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരു മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, കത്തറിയുന്നു വായോ സുൽത്താന്റെ വേലക്കാരാ, സുൽത്താന്റെ ജോലിക്കാരന്റെ കാര്യം പറയുമ്പോ ആരാ വേലിക്ക കിടന്ന് മാറണേ? ആരാത്? ഇവിടെ വരാനാ പറഞ്ഞ? നിന്റെ അടുത്ത് തന്നെ. നീയല്ല, ഇവിടെ വരാൻ. അപ്പൊ അറിയാൻ ഷർട്ട് ഇട്ടവൻ ഇവിടെ വരാനാ പറഞ്ഞ? വിളിച്ചാ വിളിപ്പുറത്ത് വരൂല അല്ലേ? ആ എന്താ മോനെ, ആ ശാരദയുടെ വീട്ടിലൊരു ബഹളം കേക്കണേ? ഇത്താ പോയി നോക്ക്. നീ ഒന്ന് പോയി നോക്കടാ. ഇത്താക്ക് പോയി നോക്കിക്കൂടെ? ഒരു ബഹളം ഉണ്ടാവുമ്പോ നിന്നെ പോലെ ആമ്പിള്ളേരുടെ ആദ്യം പോയി തല്ലി മേടിക്കണം. നീ ഒന്ന് പോയി നോക്കടാ. ഇത്താക്ക് പോയി നോക്കിക്കൂടെ? ഇത്താളെ വീടിനടുത്തല്ലേ, ഇത്താക്ക് പോയി നോക്കിക്കൂടെ? നിനക്കൊന്ന് പോയി നോക്കിയാലെന്താ? ഇത്താക്ക് പോയി നോക്കാലെന്താ? നിനക്ക് നോക്കിയാലെന്താ? ഞാനിന്ന് പോയി നോക്കിയതിൻ്റെതാ ഈ കുഴപ്പമില്ല. നീ ആള് കൊള്ളാല, മന്ത്രിയാവാനുള്ള യോഗ്യതയൊക്കെ ഉണ്ടല്ലോ നിനക്ക്. എന്നാ നീ ഫ്ലൈറ്റിൽ കയറി യോഗ്യത തെളിയിക്കടാ. നിന്നെ ഞാൻ കണ്ടപ്പോ നീ കുഞ്ഞായിരുന്നു മോനെ, ഇപ്പൊ അങ്ങോട്ട് വളർന്ന് നേർച്ച കൊണ്ടന്റെ കാര്യായി. എന്നും ഇങ്ങനെ കുഞ്ഞായിട്ടിരുന്നാ പറ്റുമോ? എന്നും കുഞ്ഞായിട്ടിരിക്കുന്ന ഒരാളുണ്ടല്ലോ. ആര്? കുഞ്ഞാലിക്കുട്ടി. ഇത്താ മറ്റേ ഒരു മോനുണ്ടായിരുന്നില്ല, അവന് രണ്ടാമത്തെ, അവൻ ഖത്തറിൽ പോയതിന്റെ പാട്ടല്ലേ ഞാനിപ്പോ പാടിയേ? അത് ശരി, അതിന്റെ ഒരു ബഹളവും പാട്ടും എന്താണ്? അവന് വലിയ മെച്ചമില്ല അവന്. അതെന്താ? തീറ്റ കൊടുക്കണില്ല എന്നാ കേട്ടെ. തീറ്റ കൊടുക്കുന്നില്ലേ? രാവിലെ ഒരു കൂട് കപ്പലിന്റെ കൊടുക്കും, ഉച്ചക്ക് 2 ബിസ്ക്കറ്റ് കൊടുക്കും, വൈകുന്നേരം ആവുമ്പോ ഒരു പയം കൊടുക്കും. അത് ശരി. അപ്പൊ അറബി ശരിയല്ലായിരിക്കും. അതാ അറബി ശരിയല്ലാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ നാട്ടിലുള്ള ട്രാവൽ ഏജൻസിക്കാര് പറ്റിച്ച പണിയല്ലേ. അതെന്താ പറ്റി? അവനെ ഒരു കുരങ്ങിന്റെ വിസയില അവിടെ നിന്ന് കയറ്റി വിട്ടേക്കണേ. അത് ശരി. പിന്നെ രണ്ടാമത്തെ മോൻ ഒരുത്തുണ്ടായിരുന്നു. രണ്ടാമത്തെ മോൻ അവന് അബൂബക്കറ്, അവന് നാടകത്തിൽ അഭിനയിക്കുന്ന പരിപാടിയല്ലേ. ഞാൻ പറഞ്ഞു നാടകത്തിൽ നീ അഭിനയിക്കാൻ പോണ്ടെന്ന് പറഞ്ഞു. ശമ്പളം കുറവാ മോനെ, ആകെ 250 രൂപ കിട്ടും. അതിനകത്ത് 200 രൂപയ്ക്ക് തിന്നും, ബാക്കി 50 രൂപ ഓട്ടോറിക്ഷക്കാരൻ മേടിച്ചെടുക്കും. അതായത് ഞാൻ പറഞ്ഞു നീ ഇനി പോണ്ടെന്ന് പറഞ്ഞു. ശരി. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ അവന് 5-6 സീരിയലൊക്കെ ഉണ്ടല്ലോ. സീരിയലൊക്കെ ഉണ്ടോ? അത് ശരി. അപ്പൊ രക്ഷപ്പെട്ടല്ലേ, സീരിയലൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കണ വീട്ടില്. അത് ശരി. ഇത്താടെ മൂന്നാമത്തെ മോനുണ്ടായിരുന്നു. മൂന്നാമത്തെ മോൻ റെയിൽവേയിലാ. മുജീബിന് റെയിൽവേയില് ജോലി കിട്ടി, ട്രെയിൻ ഓടിക്കുന്ന പണിയാണ്. ജോലി കിട്ടിയിട്ട് എന്തായി? അവനെ റെയിൽവേന്ന് പിരിച്ചുവിട്ടു. അതെന്തിപ്പോ ജോലി കയറിയുള്ള അനുമതി? 1 മാസം കഴിഞ്ഞപ്പോഴേക്കും പിരിച്ചുവിട്ടു. അതെന്ത് പിരിച്ചുവിട്ടു? നീ അറിഞ്ഞില്ലായിരുന്നു? അത് ഞാൻ അറിഞ്ഞില്ല. പഠിച്ചവനെ ടിവിയിലൊക്കെ ഉണ്ടായിരുന്നല്ല. അവൻ ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ബോംബെക്ക് ട്രെയിനായിട്ട് പോവായിരുന്നു. എറണാകുളത്തെത്തിയപ്പോ ഇവനെ ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പിൽ ഒരു ബലാല് ട്രെയിനിന് തല വെക്കാൻ വേണ്ടി പാളത്തുമ്പോ ബലങ്ങനെ കിടക്കണം. അയ്യോ. ഇത് കണ്ട വയ്യ വണ്ടി പാളം തെറ്റിച്ചു. പാളം തെറ്റിച്ചു? അതെന്തിനാ അവൻ പാളം തെറ്റിച്ചത്? അവന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കണ്ടേ? അവന്റെ ജീവനാണോ വലുത്, അല്ലോ ഇത് 10,000 ആൾക്കാരുടെ ജീവനാണോ വലുത്? അവന്റെ തല കൂടെ കയറ്റി ഇറക്കണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു നമ്മുടെ മോൻ മുജീബിന്റെ ഉന്നം. പക്ഷെ വണ്ടി ഇങ്ങനെ അടുത്തെത്തിപ്പാ ഇവനെ എഴുന്നേറ്റ് ഓടിക്കളഞ്ഞു. പക്ഷെ നമ്മുടെ മോൻ വിടോ, അവൻ വണ്ടിയായിട്ട് പുറകെ പോയി. ഇവനൊരു പാടം ചാടി ഓടി, ഇവൻ പുറകെ തീവണ്ടിയായിട്ട്. അവസാനം ഒരു പാടത്തിന്റെ കയ്യാലപ്പറമ്പിലിട്ട് അവന്റെ നെഞ്ചത്തെ കൂടെ കയറ്റി. പിന്നെ തൃശ്ശൂർ ഓടുന്ന പാളത്തുമ്പോ കയറ്റി നേരെ ബോംബെക്ക് പോയി. ഇപ്പൊ അവൻ ഭ്രാന്താശുപത്രിയിലുണ്ട്, കാണണോ? പിന്നെ ഇക്കായ കാണുന്നില്ലല്ലോ. രാവിലെ ഇവിടുന്ന് പോയതാ മോനെ. എവിടെ? ഇപ്പൊ ഏതോ ഷാപ്പിൽ അടിച്ച് ഓഫായിട്ട് കിടപ്പുണ്ടാവും. അതെങ്ങനെ ഇത്താക്കറിയാം ഷാപ്പിൽ അടിച്ച് ഓഫായി കിടക്കാണെന്ന്? ഞാൻ ഇക്കാനെ കുറച്ചു മുമ്പ് മൊബൈലിൽ വിളിച്ചു. മൊബൈലിൽ വിളിച്ചപ്പം ഒരു പെണ്ണുമുള്ള എടുത്ത അവള് പറഞ്ഞു ഒന്നില്ലെങ്കിൽ പരിധിക്ക് പുറത്താ അല്ലെങ്കിൽ ഓഫാണെന്ന് പറഞ്ഞു.
അത് റേഞ്ച് ഇല്ലാഞ്ഞിട്ടാ. അത് നിന്നോടാരാ പറഞ്ഞേ? എന്തുവാ? ഇക്കാക്ക് റേഞ്ച് ഇല്ലാന്ന്. അത് മൊബൈലിന്റെ റേഞ്ച് ഇല്ലാന്നാ പറഞ്ഞത്. അതന്നെ ഞാനും പറഞ്ഞ മൊബൈലിന് റേഞ്ച് ഇല്ലാണ്ട് ഇവിടുത്തെ സ്ഥലം വിറ്റ് ഹൈറേഞ്ചിൽ പോയി താമസിക്കാൻ പോണതാ. അത് തന്നെയല്ല മോനെ, ഇക്കാക്ക് സുഖമില്ലാടാ. സുഖമില്ല? എന്ത് പറ്റി? രാവിലെ ഒരു 7 മണിയാവുമ്പോ മൂത്രമൊഴിക്കും. മൂത്രമൊഴിക്കൂ? അതെല്ലാരും സാധാരണ ചെയ്യുന്ന കാര്യങ്ങളല്ല, അതൊന്നും അസുഖമല്ല. അസുഖമല്ല? അല്ല. പിന്നെ ഒരു 9 മണിയാവുമ്പോ എന്റെ നെഞ്ചുവേദന ഉണ്ടോ? വയറുവേദന? നടുവേദന? പിന്നെന്താ? അപ്പീടും. അയ്യേ, അതൊക്കെ എല്ലാരും ചെയ്യുന്ന കാര്യമാണ്. അതൊക്കെ ഒരു അസുഖമല്ല. അസുഖമല്ല? അതൊന്നും അസുഖമല്ല. അസുഖമല്ല? അതൊന്നും അസുഖമല്ലെന്ന്. പക്ഷെ ആളെ എഴുന്നേക്കണത് 10 മണിയാവുമ്പോഴാണ്. അത് ശരി. അപ്പൊ കിടക്കപ്പായി തന്നെ കിടന്ന് അപ്പൊ അതൊരു അസുഖമാണ്. അത് അസുഖമാ. അത് അസുഖമാ. ഞാൻ ഇപ്പൊ തന്നെ എന്റെ വൈഫിനെ ഒന്ന് വിളിച്ച് പറയട്ടെ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ നീ എന്തിനാ പെട്ടെന്ന് വൈഫിനെ വിളിച്ചു പറയണേ? അല്ല, അവളുടെ വിചാരം ഞാൻ മാത്രം ഇങ്ങനെ ഈ ലോകത്ത് ചെയ്യുന്നുള്ളെന്നാ. അത് ശരി. അപ്പൊ നീ ആ ടീമാണല്ലേ? അത് തന്നെയല്ല മോനെ, ഞങ്ങള് തമ്മിൽ ഡൈവേഴ്സ് ആവാൻ പോവാ. അതെന്താ? ശരിയാവൂല. ഞങ്ങള് തമ്മില് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പ പാമ്പും കീരിയാണ് മോനെ. അതെന്ത് പറ്റി? അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? പ്രശ്നം എന്തോന്ന് അറിയാൻ വേണ്ടി ഞാനൊരു കബഡി കളിക്കാരന്റെ അടുത്ത് പോയി. കബഡി കളിക്കാരനല്ല, കബഡി നിരത്തുകാരൻ. അത് തന്നെ, കബഡി ഇങ്ങനെ നിരത്തുന്ന ആള്. ജോത്സ്യന്റെ പാട്ടുകാരിയല്ലേ? അത് റിമിറ്റോമി അല്ലേ? അതെ തന്നെ. അങ്ങനെ അയാളുടെ അടുത്ത് നോക്കിയപ്പോ അയാൾ ഇങ്ങനെ കബഡി കളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, പിന്നെ നാളിന്റെ കുഴപ്പം കൊണ്ടാ നിങ്ങളിങ്ങനെ വൈക്കൂടണെന്ന് പറയണേ. നാളിനെന്തോ കുഴപ്പം? ഇത്തടെ നാളെന്തോ? എന്റെ നാള് നല്ല ആളല്ലേ? എന്തോ ഇത്തടെ നാള്? മകം പിറന്ന മങ്കി. അത് നിന്റെ ഉമ്മ. ഇക്കടെ നാളെന്തുവാ? ഇക്കാന്റെ നാള് കൊള്ളൂല. എന്തോ നാള്? ആയില്യം. ആയില്യം പാമ്പിന്റെ നാളല്ലേ? പാമ്പ് എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് അല്ലേ ആയില്യം? ആര്? ഇക്കാന്റെ നാളാ? ഇക്കാന്റെ ആവൂല. പാമ്പ് നല്ല, ആയില്യം നല്ലതാണ്. ഇക്കാന്റെ ആണാ? പാമ്പിന്റെ നാളാ അത് ശരിക്കും. പാമ്പാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവന്. പാമ്പാണെങ്കിൽ ഒന്ന് കൊത്തണം, അല്ലെങ്കിൽ ഒന്ന് ചീറ്റണം, അതല്ലെങ്കിൽ പത്തിയെങ്കിലും വിടർത്തണം. ഇത് ചുമ്മാ വേലിമ ചുറ്റി പണിഞ്ഞു കിടന്നിട്ട് ഞാൻ പാമ്പാണെന്ന് പറഞ്ഞിട്ട് എന്താ പണി? എന്റെ പൊന്നിട്ടാ. പിന്നെ നിങ്ങൾ ചുമ്മാ അനാവശ്യം പറ. നിങ്ങൾ മക്കളൊക്കെ ഉള്ള? മക്കളുണ്ടായെന്ന് പറഞ്ഞപ്പോ പ്ലാവ ഉമ്മ എല്ലാ കൊല്ലം ചക്ക ഉണ്ട്. അതിന് ഉടമസ്ഥൻ വല്ല വളമിട്ടിട്ടാ? നീ ഇങ്ങനെ വീട്ടിൽ വരുമ്പോ എപ്പോഴും ഇങ്ങനെ തോളത്തിട്ട് വിളാമ്പല്ലേട്ടാ. എനിക്ക് കൺട്രോൾ കിട്ടിയാലും ചിലപ്പോ നിനക്ക് കൺട്രോൾ കിട്ടിയെന്ന് വരില്ല. അത് തന്നെയല്ല മോനെ, ഇക്കെങ്ങാനും ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഇക്കാക്ക് സംശയോടാ. ഈ വയസ്സ് കാലത്താ? അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മുതലിനെയാ? ഇക്കാക്ക് ഒടുക്കത്തെ സംശയമാണ്. ഇപ്പൊ നമ്മളെ തമ്മിൽ വർത്താനം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ല, നമ്മളെ തമ്മിൽ കഥ ഉണ്ടാക്കും. അതുകൊണ്ട് നീ വേഗം പൊക്കോ. എവിടെ വഞ്ഞുണ്ടടാ? നീ എവിടെയെങ്കിലും പോയി ഒളിക്ക്. ഇക്ക നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ശരിയാവൂല. ഞാൻ എവിടെ പോയി വിളിക്കാം? എവിടെ വിളിച്ചാലും എന്തെങ്കിലുമൊക്കെ പുറത്ത് തള്ളി നിൽക്കും. മിണ്ടല്ലേ? ഒരു കാര്യം മുണ്ടയ്ക്ക്. അയ്യേ, ഇക്ക പുറത്തേക്കുന്ന അതിനല്ലടാ അവന്റെ പ്രതീക്ഷ. ഞാൻ നിന്നെ ഒരു ഉപായം പറഞ്ഞ് രക്ഷപ്പെടുത്താ. നീ സ്വതന്ത്രനൊന്നും അല്ലല്ലോ. ആവശ്യത്തിനൊക്കെ ധരിച്ചിട്ടില്ലേ? പെട്ടെന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തണ്ടേ? ഈ കാണാതെ രക്ഷപ്പെടുത്തണ്ടേ? ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഐക്യമുണ്ട്. പുറത്തേക്ക് വാ. പുറത്ത് വാടാ. നീ മുണ്ടിങ്ങനെ വലിച്ചു പിടിച്ചോ. നിന്റെ മോന്ത കാണിക്കരുത്. അയ്യമ്മ തുണിയിട്ടേക്കണ അരിട്ടാ. വലിച്ചു പിടിച്ചോട്ടാ. ആ വാതില് തുറക്കാൻ പോവാണ്. ഈ വാതിലാണെങ്കിൽ തുറക്കാനും പറ്റണില്ലല്ല. പോരെ. സരികുമാർ വന്നാരിയാണല്ലോ എന്നെ. എന്താടി നിന്റെ മുഖത്തൊരു ബളിച്ച ചിരി? അത് ഇന്നലെ ഇട്ട ചിരി. അതാ നേരം വെളുത്തപ്പോ വളിച്ചു പോയേ. ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാഞ്ഞില്ലേ? അപ്പൊ അല്ല, ഫ്രിഡ്ജിൽ വെക്കാൻ പവർ കട്ടല്ലേ മനുഷ്യനെ. അല്ല, അതൊക്കെ പോട്ടെ. നിന്നൊരു കാര്യം ചോദിക്കണ ചോദിച്ചാണ്. എന്താണ്? ഈ തോർത്താറിന് കീറിയത്? പഠിച്ചോനെ, ഇപ്പൊ ഇന്നത്തെ ചിന്താവിഷയം അതാണ്. ഈ തോർത്തുമുണ്ട് എങ്ങനെ കീറിയത്? എന്റെ മനുഷ്യനെ, നിങ്ങളിങ്ങനെ ഓരോ ദിവസം ഓരോ കാരണം പറഞ്ഞിട്ട് വന്ന് ഈ കുടുംബത്തിൽ വയക്കുണ്ടാവണേ എന്തിനാ? ചെറുക്ക മോളി കാരണം പിന്നെ ഇവൻ വീയൂലോ. അത് ഞാൻ പറഞ്ഞുതരാം. ഈ തോർത്തുമുണ്ട് എങ്ങനെ കീറിയെന്നല്ലേ? അത് കുഞ്ഞപ്പൻ കീറിയതല്ലേ? കുഞ്ഞപ്പൻ കീറുന്ന? കുഞ്ഞപ്പൻ ഞാനില്ലാത്ത സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത്. എന്റെ മനുഷ്യനെ, നിങ്ങളിങ്ങനെ തോക്കി കയറി വിടവയ്ക്കല്ലേ. ഞാൻ പറഞ്ഞുതരാം. ഈ തോർത്തുമുണ്ട് കീറിയതല്ലേ? അത് ഞാൻ പറഞ്ഞുതരാം. പൊക്കി പിടി. എന്താടി നീ ഇതുവരെ പറയാത്ത ഭർത്താനൊക്കെ ഉണ്ട് പറയണത്? അതല്ല മനുഷ്യനെ, നിങ്ങൾ ഈ കുഞ്ഞപ്പന്റെ കാര്യം പൊക്കി പിടിച്ചാരനെ പറഞ്ഞാലേ. ഞാൻ പറഞ്ഞുതരാം. ഈ തോർത്തുകൊണ്ട് കീറിയതല്ലേ? അത് കുളിച്ചപ്പോ കുഞ്ഞപ്പൻ കീറിയതാ. അത് ശരി. നീ കുളിച്ചോണ്ടിരുന്നപ്പോ കുഞ്ഞപ്പൻ വന്നിട്ട് തോർത്ത് കീറിയ. നീ ആ കുഞ്ഞപ്പന്റെ അഡ്രസ് ഒന്നും അന്നത്തെ മണിക്കാൻ ഇടി വാങ്ങിക്കാൻ. എന്റെ മനുഷ്യനെ, ഞാൻ പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ കഥ ഉണ്ടാക്കുകയാണെങ്കിൽ വല്ല സീരിയലിലും പോയി കഥ ഉണ്ടാക്ക്. ഞാൻ പറഞ്ഞുതരാം. ഈ തോർത്തുകൊണ്ട് കീറിയ കഥയല്ലേ? ഈ തോർത്ത് കൊണ്ട് എടുത്തുകൊണ്ട് നമ്മള് തോട്ടിൽ നിന്ന് കുളിക്കായിരുന്നു. അപ്പൊ സോപ്പ് വെള്ളത്തിൽ പോയി. അപ്പൊ എങ്ങനെ കുഞ്ഞപ്പ
അങ്ങനെ കുഞ്ഞപ്പ മൂട് കീറിപ്പോയതാണ് ഇങ്ങനെ അതല്ലേ ഞാൻ വന്നപ്പോലെ പറഞ്ഞ കുഞ്ഞപ്പ കീറിയതാണ്, കുളിച്ചപ്പ കുഞ്ഞപ്പ കീറിയതാണെന്ന് പറയണ. പൊക്കിപ്പിടി. എന്താടി ഇപ്പൊ വേണ്ടാത്ത വർത്താനൊക്കെ പറയുന്നത്? അല്ല, നിങ്ങളിങ്ങനെ കുഞ്ഞപ്പന്റെ ആരെയോ കുളിച്ച ആരെയോ ഒക്കെ പൊക്കി പിടിച്ചിട്ട് വന്നാ ഞാൻ പിന്നെ എന്താ ചെയ്യണേ? അതൊക്കെ പോട്ടെ, എല്ലാം പോട്ടെ. ആ വാതിക്കൊക്കെ എടുക്കുന്ന ചെരുപ്പാരുടെ ഈ ചെയ്ത്താമോറം ചെരുപ്പ് ഓർത്തിട്ടാ വന്നേ? അല്ല, നിങ്ങളുടെ ചെരുപ്പല്ലേ അത്? എന്റെ ചെരുപ്പ് എങ്ങനെയാണ്? എന്റെ മനുഷ്യരെ, നിങ്ങളെല്ലാം കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ പോണെന്ന് പറഞ്ഞ് പോയിട്ട് വെള്ളടിച്ച് ചിറങ്ങി ഇവിടെ വന്നത് ചെരുപ്പ് മേടിച്ചോണ്ട് വന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയിൽ പോയപ്പോ ചെരുപ്പ് വാങ്ങിച്ചു വന്നാ നിന്നെനിക്ക് വിശ്വസിക്കൂല. നീ പറഞ്ഞ വിശ്വസിക്കൂല. നമ്മൾ പറഞ്ഞ വിശ്വസിക്കൂല. റബ്ബിൽ തമ്പുരാനെ നമ്മൾ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കണം? നമ്മുടെ അങ്ങോട്ട് കൊല്ല്. അടിച്ച് പറത്താതെ ഞാൻ വിശ്വസിച്ചേക്കണം. വിശ്വസിക്കേ. അനക്കല്ലേ വരക്കല്ലേ വിറപ്പിക്കല്ലേ. അനക്കല്ലേ അതല്ല, അതൊരു പാട്ട് കേൾക്കണേന്ന്. അരിപ്പോത്തിരിപ്പോത്ത് എന്ന് പറഞ്ഞ കാസറ്റില്ലേ? അനക്കാന്റെ വീടാ. അതെ, വേഗം പോയി മട്ടൻ മേടിച്ചിട്ട് വാ. പെരുന്നാളൊക്കെ അല്ലേ, മട്ടൻ മഞ്ചൂര. വേഗം പോ. അല്ലാതെ നിങ്ങളുടെ ഏതാണ് ഈ മുണ്ട്? നിങ്ങളുടെ മുണ്ട്. എന്റെ മുണ്ട? എനിക്കാകെ വെളുത്ത മുണ്ടില്ലല്ലോ. എന്റെ മനുഷ്യനെ, നിങ്ങളുടെ മുണ്ടാണ്. നിങ്ങളല്ലേ നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ വെള്ള മുണ്ട് വേണമെന്ന് പറഞ്ഞ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അണ്ണാച്ചിരിന്ന് മേടിച്ച മുണ്ടല്ലേ അത്? കള്ളത്തരം പറയുന്നത് ഞാൻ വിശ്വസിക്കൂല. ഞാൻ പറയുന്നതാണ് കള്ളത്തരം. നമ്മൾ പറഞ്ഞ വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ല. തമ്പുരാനെ നമ്മളെ ഇരിക്കണ്ട. ഞാൻ വിശ്വസിച്ചു. അപ്പൊ ഇറച്ചി വാങ്ങിക്കാൻ പോവാൻ വേഗം പോയിട്ട് ഈ മുണ്ടെടുത്ത് പോവാ. ആ മുണ്ട് വേണ്ട, ഈ മുണ്ട് എടുത്തിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. ഇത് ആ മുണ്ട് എടുത്തിട്ട് പോവാടി. എന്റെ മനുഷ്യരെ, അതുമ്പോ ചോരയും കറിയൊക്കെ ആവുന്നേ. ആരുടെ ചോര? ഈ ഇറച്ചിയുടെ ചോര. ഇറച്ചിയുടെ ചോര? ഞാനല്ലേ ഇറച്ചി വെട്ടണം. ഇറച്ചി വെട്ടുകാരൻ ഇറച്ചി വെട്ടും. വേഗം പോയി മേടിച്ചിട്ടോ. ഇത് ആ മുണ്ട് എടുക്കണ്ട. ഞാൻ ഈ മുണ്ട് എടുക്കും. അടച്ചോനെ പോയി. ഹലോ, ആരാ നീ? ആരാ നീ? ഞാൻ ഒരു വഴിയാത്രക്കാരനാണ്. വഴിയാത്രക്കാരൻ എന്റെ അടുക്കളയിൽ? ഞാൻ ബസ്സിൽ കൂടി യാത്ര ചെയ്താണ്. കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് പോകുന്നൊരു ബസ് യാത്രക്കാരാണ്. നീ കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് എവിടെ പോ? എന്റെ അടുക്കലിൽ നിൽക്കുന്ന എന്തിനാണ്? അല്ല, ഞാൻ ഇതിലെ കൂടെ പോകുന്ന യാത്രക്കാരനാന്ന് പറഞ്ഞില്ലേ? സത്യം പറടാ, നീ വെള്ള ജാരനല്ലേ? എന്താ ഈ പറയുന്നത്? എന്താ വിശ്വാസമില്ല എന്നെ? എന്റെ മനുഷ്യരെ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണ നീ സത്യം പറയണ. നീ ആരടാ? ഇക്കാക്ക് എന്നെ വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമില്ല. നിന്നെ വിശ്വാസമില്ല, ഇവളെ വിശ്വാസമില്ല. എന്റെ പൊന്നിക്ക, ഇത്ത പറഞ്ഞ ഇത്രയും വലിയ കല്ല് വെച്ച നൊണാളൊക്കെ ഇക്കാക്ക് വിശ്വസിക്കാമെങ്കിൽ ഇതും കൂടെ ഇക്കാക്ക് വിശ്വസിക്കാം. ഇത്ത ഓടിക്കോ. അടിപൊളി. സൂപ്പർ. സാജു കൂടെ അടിച്ചു പൊളിച്ചു. തകർപ്പൻ. നന്നായിരുന്നു. അടിപൊളി. നിന്റെ 5 രൂപ ആർക്ക് വേണം? നിന്റെ 5 രൂപ